ഗുഡ് മോർണിംഗ്. ഹല്ലേലൂയ. ഇന്ന് രാവിലെ നമ്മൾ ധ്യാനിക്കുന്നത് സങ്കീർത്തനങ്ങൾ 127:2. തൻ്റെ പ്രിയനോ അവനത് ഉറക്കത്തിൽ കൊടുക്കുന്നു. വളരെ സന്തോഷമുള്ള ഒരു കാര്യമല്ലേ? തൻ്റെ ഭക്തന്മാർ, വിശ്വാസികൾ ചിന്താകുലമില്ലാത്തവരായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. നിങ്ങൾക്കൊരു വിഷയമുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, അത് ദൈവത്തെ അറിയിക്കുക, സുഖമായിട്ട് കിടന്നുറങ്ങുക, ഉറങ്ങെഴുന്നേൽക്കുമ്പോൾ സന്തോഷ വാർത്ത കേൾപ്പിക്കും. അത് മാത്രമാണോ അർത്ഥം? അവിടെ എഴുതിയിട്ടുണ്ട്, യഹോവ വീട് പണിയാതിരുന്നാൽ പണിക്കാർ ജോലി ചെയ്യുന്നത് വെറുതെ. കർത്താവ് ഭവനം കാക്കാതിരുന്നാൽ കാവൽക്കാർ കാവൽ നിൽക്കുന്നത് വെറുതെ. നിങ്ങൾ അധികാരത്ത് എഴുന്നേൽക്കുന്നതും കഠിന പ്രയത്നം ചെയ്ത് ഉപജീവിക്കുന്നതും വ്യർത്ഥമത്രേ. അപ്പോൾ പണിക്കാരൻ പണി ചെയ്യണം, കാവൽക്കാരൻ കാവൽ കാക്കണം, എന്നിട്ട് ദൈവത്തിൽ ആശ്രയിക്കണം. അപ്പോൾ ചോദിക്കും, എന്താ വ്യത്യാസം? വ്യത്യാസമാണ് ലോക മനുഷ്യനും വിശ്വാസിയായിട്ടുള്ള വ്യത്യാസം. നമ്മൾ കാത്താൽ കാക്കാൻ പറ്റൂ. ഭവനത്തെയോ ഭാര്യയോ കുഞ്ഞുങ്ങളെയോ സഭയെയോ നമ്മൾ കാത്താൽ കാക്കാൻ പറ്റുമോ? നമ്മൾ പണിയാൻ പറ്റുമോ? കുഞ്ഞുങ്ങളുടെ ഭാവി, സഭയുടെ വളർച്ച, കുടുംബം, ജീവിതം, ജോലി, പ്രമോഷൻ നമ്മൾ പണിയുമോ? ഹല്ലേലൂയ. കർത്താവ് പറയുന്നു, തൻ്റെ പ്രിയനോ. ആരാണ് ആ പ്രിയൻ? അത് 1000-ൽ അല്ല. ഒരേ ഒരു പ്രിയനേ ഉള്ളൂ. സത്യം, അത് യേശുവാണ്. പക്ഷേ ഏക മനുഷ്യനാൽ പാപവും മരണവും ലോകത്തിൽ കടന്നതുപോലെ ഏക മനുഷ്യനാൽ നീതിയും ദൈവകൃപയും ലോകത്തിൽ വന്നു. നിങ്ങൾക്ക് വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ ആ പ്രിയൻ നിങ്ങളാണ്. അതുകൊണ്ട് ധൈര്യത്തോടെ കൃപാസനത്തിനടുത്ത് ചെല്ലുക. ഹൃദയത്തിൽ തളിക്കപ്പെട്ടവർ, ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി കൃപാസനത്തിനടുത്ത് ചെല്ലുക. അടുത്ത് ചെയ്തിട്ട് എന്താ? അപ്പനോട് പറയുക. പ്രാർത്ഥനയിൽ അപ്പനോട് പറയുക. ഹല്ലേലൂയ. പ്രാർത്ഥനയുടെ 3 ലെവൽ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. യാചിപ്പിൻ, അന്വേഷിപ്പിൻ, മുട്ടുവിൻ എന്നുള്ള ലെവലാണിത്. അടുത്ത് വന്നു മുഖാമുഖം സംസാരിക്കുകയാണ് അപ്പനോട്. അപ്പം അതിനതാണ് വിഷയം. ചോദിക്കുന്ന മകൻ അറിയാം അപ്പൻ കേട്ടെന്ന്. ഉറപ്പിലാണ് പിന്നീട് ജീവിക്കുന്നത്. അതിനെയാണ് പരിശുദ്ധാത്മാവ് വിളിക്കുന്നത്, ഉറങ്ങുന്നു എൻ്റെ പ്രിയനോ അവൻ ഉറക്കത്തിൽ നൽകുന്നു. ധൈര്യമായിരിക്കുക. എന്തുമായിക്കോട്ടെ, രാഷ്ട്രീയം, സാമൂഹികം, സാമ്പത്തികം, ആത്മീയം, എന്തിലും ദൈവ പൈതൽ ഭാരപ്പെടാൻ സ്വർഗം ആഗ്രഹിക്കുന്നില്ല. മനുഷ്യരെ കൂട്ടുപിടിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ജാതികൾ ചെയ്യുന്ന പോലെ രാഷ്ട്രീയമായി വിലപേശാൻ ആഗ്രഹിക്കുന്നില്ല. പ്രാർത്ഥനാ മുറിയിൽ പ്രശ്നം പരിഹരിക്കണമെന്ന് സ്വർഗം ആഗ്രഹിക്കുന്നു. ഈ പ്രഭാതത്തിൽ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കുന്നു. പരിശുദ്ധാത്മാവ് തുണ നൽകട്ടെ, സഹായിക്കട്ടെ, നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, ആശ്വസിപ്പിക്കട്ടെ. ആമേൻ.